നമുക്ക് പതാക ഉപയോഗിച്ച് ഒരു ബാഡ്ജ് നിർമ്മാണം. ഈ പതാക ഉപയോഗിച്ചാണ് ബാഡ്ജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്നതാണ്. ഒരളവ് വെച്ച് പെട്ടെന്ന് ഒരു 3 കോളങ്ങൾ വരയ്ക്കുക. ഒരു അളവെടുക്കുന്ന അളവെടുത്തതിന് ശേഷം വരച്ചിവിടെ കവർ ചെയ്ത് പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഫുള്ളും നമുക്കത് വേണ്ട. അടുത്ത് നമ്മൾ അശോക ചക്രം വരയ്ക്കും. അവിടെ ഒന്ന് ഉറപ്പായിട്ടൊന്ന് വരച്ചതാണ്. സെൻറ്ററിൽ നമുക്ക് അശോക ചക്രം വരയ്ക്കണമല്ലോ. ശേഷം നമ്മൾ കളർ ചെയ്യുക. സ്കെച്ച് പെൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നത്. ഈ അശോക ചക്രത്തിൻ്റെ കാലുകൾ വരയ്ക്കുന്ന സ്കെച്ച് പെൻ ഉപയോഗിക്കും. നമുക്ക് കുങ്കുമം നിറം കൊടുക്കാം. സ്കെച്ചാണെങ്കിൽ നല്ല കളർ കിട്ടും. ഇതിപ്പോൾ ക്രയോൺസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെള്ളയ്ക്ക് നമുക്ക് കളർ അടിക്കണ്ടല്ലോ. ഇത് ചെയ്യേണ്ടത് നമ്മളിതാ ഒരു ടിന്നിൻ്റെ അടപ്പ് ഉപയോഗിച്ച് നമ്മളിതിനെ കൃത്യമായി വരച്ചെടുക്കും. കൃത്യ അളവ് നോക്കണം. റൗണ്ടൊക്കെ എടുക്കുക. പിന്നെ ഇത് വെട്ടിയെടുക്കണം. റൗണ്ട് ഷേപ്പിന് വെട്ടിയെടുത്തിട്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ കളർ ചെയ്ത് വച്ചിട്ടുണ്ട്. കുങ്കുമം, വെള്ള, പച്ച. അപ്പോൾ ഇത് പശ ഉപയോഗിച്ച് നമുക്ക് ഇതിലൊക്കെ ഒന്ന് ചേർത്ത് ഒട്ടിച്ച് വെക്കാം. ഇത് നമുക്ക് വേണ്ട. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാഡ്ജ് ഉണ്ടാകും. സ്കെച്ച് പെന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കളർ കിട്ടും. ഈ കുങ്കുമവർണ്ണവും പച്ചയല്ല. അതാണ് ഇതായി ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതുപോലെ ഉണ്ടായി കുഞ്ഞുങ്ങളുടെ ഉടുപ്പിതാ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. പതാക ഉയർത്തുന്ന സമയത്ത്, ദേശഭക്തി ഗാനങ്ങൾ പാടുന്ന സമയത്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും അത്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.